Welcome back to Onevestor. In the previous episode, mutual funds are two common investment options Lumpsum and SIP. So, that's why I said Lumpsum option is entry time correct return provided. But SIP is an investment option because entry time in this episode, we will invest in a Lumpsum invest in the return of entry time depend on the mutual fund SIP through invest in the return of long term entry time depend on that's a real mutual fund and real returns use this. In the screen, you can see ICICI tax saver fund January 2008 lump sum investment you have 5 return 20%. അതായത് ആനുവലി നിങ്ങൾ ആ ഫണ്ടിൽ നിന്ന് 3.84% റിട്ടേൺസ് മാത്രമേ അച്ചീവ് ചെയ്തിട്ടുള്ളൂ. അതെന്ന് പറയുന്നത് FD കാർഡിലും ഒത്തിരി കുറവാണ്. ഇനി അതേസമയം നിങ്ങളൊരു SIP ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ റിട്ടേൺസ് എന്ന് പറയുന്നത് 50% ആയിരുന്നേനെയും, അതായത് ആനുവലി 16% മേലെ നിങ്ങൾ അച്ചീവ് ചെയ്തേനെയും. ഇനി അതേ ഫണ്ടിൽ ഒരു വർഷം കഴിഞ്ഞിട്ടായിരുന്നു ഈ ലംസമും SIPയും സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു നമുക്ക് നോക്കാം. അതേ ഇൻവെസ്റ്റ്മെൻറ്റ് ജനുവരി 2009 ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 4 വർഷം കൊണ്ട് 170% റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടിയേനെയും, അതായത് ആനുവലി 28% മേലെ നിങ്ങൾ അച്ചീവ് ചെയ്തേനെയും. ഇനി SIP ആയിരുന്നു നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ റിട്ടേൺസ് എന്ന് പറയുന്നത് 40% ആയിരുന്നേനെയും, അഥവാ ആനുവലി അറൗണ്ട് 17%. ഇത് 4 വർഷത്തെ കാര്യമാണ്. ഇനി ആ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് 5 വർഷത്തേക്കായിരുന്നെങ്കിൽ അവിടെ 196% ആയിരുന്നേനെയും ടോട്ടൽ റിട്ടേൺ, അഥവാ ആനുവലി 24%. അതുപോലെ SIPയിലായിരുന്നെങ്കിൽ ടോട്ടൽ റിട്ടേൺ 46%, ആനുവൽ റിട്ടേൺസ് അറൗണ്ട് 15% ആയിരുന്നേനെയും. ഈ ഒരു വർഷം കൊണ്ട് ഇത്രയും വലിയൊരു ഡിഫറൻസ് വരാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ആ എൻട്രി ടൈം ആണ്. കാരണം 2008 ജനുവരിയിൽ നിഫ്റ്റിയുടെ ലെവൽ 6000ഉം 2009 ജനുവരിയിൽ എത്തിയപ്പോഴത്തേക്ക് നിഫ്റ്റിയുടെ ലെവൽ 3000ഉം ആയിരുന്നു. ഇനി നമുക്ക് നോക്കാം ആ ലംസം ഇൻവെസ്റ്റ്മെൻറ്റും SIPയും 10 വർഷത്തേക്കായിരുന്നെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ റിട്ടേൺസ് വരുന്നതെന്ന്. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. 2008 ജനുവരിയിൽ ഒരു ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് 10 വർഷത്തേക്ക് ചെയ്യുമായിരുന്നെങ്കിൽ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് 171%, അപ്പം ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് 10% ആയിരുന്നു. ഇനി അത് SIP വഴിയായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് 146%, അതുപോലെ ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് 17% ആയിരുന്നേനെയും. ഇനി അതേ ലംസം ഇൻവെസ്റ്റ്മെൻറ്റ് 2009 ചെയ്തിരുന്നതെങ്കിൽ 10 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 500% മേലെയായിരുന്നേനെയും ടോട്ടൽ റിട്ടേൺസ് പറയുന്നത്, അതായത് ആനുവലി 20%ഓളം. പക്ഷേ SIP റിട്ടേൺ എന്ന് പറയുന്നത് 117% ഉള്ളായിരുന്നു, അതായത് ആനുവലി 14.8%. സോ ഇതെല്ലാം സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ എൻട്രി ടൈമിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒക്കെ 10 വർഷത്തെ ഡേറ്റ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു 25 വർഷത്തേക്ക് നോക്കുമായിരുന്നെങ്കിൽ ചിലപ്പം ഇത്രയും ഡിഫറൻസ് വരത്തില്ലായിരുന്നേനെയും. കാരണം അൾട്രാ ലോങ് ടേമിൽ നമ്മുടെ എൻട്രി ടൈമിന് അത്ര സിഗ്നിഫിക്കൻസ് ഇല്ല. എൻ്റെ അപ്കമിംഗ് എപ്പിസോഡിൽ മ്യൂച്വൽ ഫണ്ട് SIPയെക്കുറിച്ചും അതിൻ്റെ കോമ്പൗണ്ടിങ്ങിനെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.